കരളിൻ്റെ പ്രയാസവുമായിട്ട് ഞങ്ങൾക്ക് നിരവധി രോഗികൾ വരാറുണ്ട്. എല്ലാത്തരം രോഗികളും നമുക്ക് വരാറുണ്ട്. അതിൽ ചാരായം കുടിക്കുന്ന രോഗികളുടെ രോഗം എളുപ്പത്തിൽ മാറുമോ? അയാളേക്കാൾ കൂടുതൽ മോശമായ രോഗികൾ പോലും സുഖമായിട്ട് ഇവിടെ നിന്ന് നടന്നു പോകുമ്പോഴും ഈ ചാരായവും പുകവലിയും വേണ്ടാത്ത ഭക്ഷണവും കഴിക്കുന്ന ആളുകൾ കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരും, കൂടുതൽ ബുദ്ധിമുട്ടും ഉണ്ടാവും. എനിക്ക് ജീവിക്കണം, എൻ്റെ കുട്ടികളെ എനിക്ക് നല്ല നിലയിലെത്തിക്കണം, ആവേശത്തോടെ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങളാണോ വേഗം മാറുക? എങ്ങനെയെങ്കിലും ചത്താൽ മതി, കടവും ആകെ കൂടെ ദുരിത ജീവിതം നയിക്കുന്നവരുടെ രോഗമാണോ പെട്ടെന്ന് മാറുക? ഉള്ളവന് കൂടുതൽ കിട്ടും, സന്തോഷമുള്ളവന്. ദുഃഖമുള്ളവനോ കൂടുതൽ ദുഃഖങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അവൻ്റെ മനസ്സ് ദുഃഖവുമായി ട്യൂൺ ചെയ്ത് വച്ചേക്കുകയാണ്. ദുഃഖത്തെ എങ്ങനെ സന്തോഷമാക്കണം എന്നുള്ള ആ കല അവനറിയില്ല. നമുക്ക് എന്തെല്ലാം ദുരിതം ഉണ്ടെങ്കിലും എന്തെല്ലാം ദുഃഖം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ഷിഫ്റ്റിങ് കൊടുത്താൽ നമുക്കതിനെ പാടെ ഇഗ്നോർ ചെയ്യാം, മറന്നു എന്ന് വയ്ക്കാം. നമ്മുടെ ഒരു നല്ല സുഹൃത്ത്, ആ സുഹൃത്തിന് കുറേ ദുരിത ബാധ്യതകളൊക്കെ ആയിട്ട് ആ കഷ്ടമാണ്, നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കഷ്ടതയോർത്ത് നമുക്കും വേദനയുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ നമ്മളോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, പറയാൻ പാടില്ലാത്ത പറഞ്ഞു. നമ്മൾ അവനായിട്ട് മുറിച്ചു, കട്ട് ചെയ്തു. ആ നിമിഷം തുടങ്ങി അവൻ്റെ ദുരിതം നമ്മുടെ ദുരിതമാകുമോ? അവൻ ദുരിതം അനുഭവിക്കുന്നതിൽ നമുക്ക് ദുഃഖം ഉണ്ടാകുമോ? അവൻ അങ്ങനെയല്ല, ഇതിൻ്റെ അപ്പുറത്തെ വരണം. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, മാറിയല്ലോ. അപ്പോൾ ഏത് ജീവിത സാഹചര്യത്തിലും നമുക്ക് മനസ്സിൻ്റെ ഒരു ചെറിയ മാറ്റം കൊടുത്താൽ ദുഃഖങ്ങളെ സന്തോഷമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. സന്തോഷത്തെ വേണമെങ്കിൽ ദുഃഖമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. സന്തോഷത്തെ എങ്ങനെയാണ് ദുഃഖമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുക? ദുഃഖത്തെ എങ്ങനെയാണ് സന്തോഷമാക്കാൻ പറ്റുക? പറ്റുമോ? ഈ ജീവിത കല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇത് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും ഒക്കെയുള്ള ഗ്രന്ഥങ്ങൾ മാത്രമാണ്. അതാവട്ടെ നമുക്ക് ചെറിയൊരു പുച്ഛത്തിലാണ് ഇപ്പോൾ വരണത്. മുതിർന്ന തലമുറയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളോട് പുച്ഛമാണ്. ശാസ്ത്രീയമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത വരണത്. നിങ്ങളെങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? നിങ്ങൾക്കെന്താണ് വേണ്ടത്? അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു അമ്മ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു, മരുമക്കളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇല്ലാത്ത രോഗമൊന്നുമില്ല. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഈ അമ്മയുടെ രോഗം ശരീരത്തിൻ്റെ രോഗമൊന്നും അല്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ രോഗം ശരീരത്തിൻ്റെ അല്ലല്ലോ, മനസ്സിൻ്റെതാണല്ലോ. അപ്പോൾ മരുമോളുടെ കണ്ണിലൊരു തിളക്കം, നക്ഷത്ര തിളക്കം ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പലപ്പോഴും ഈ അത്ഭുത സിദ്ധി കൊണ്ടൊന്നുമല്ല, ഞാനൊരു ഇങ്ങനെ ഓടുന്ന നായക്ക് ഒരു മുഴം മുമ്പേ എറിയണമെന്ന് പോലെ എറിഞ്ഞതൊക്കെയാണ് കേട്ടോ. അത് കൊള്ളേണ്ടടുത്ത് ചിലത് കൊള്ളാൻ പാടില്ലാതെ പറഞ്ഞാൽ കൊണ്ടുമില്ല. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? എനിക്ക് സിദ്ധിയൊന്നുമില്ലാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കാര്യമൊന്നും അറിയണ്ട, മനസ്സ് നേരെയാക്കി വെക്കുക. വേണ്ടതിലും വേണ്ടാത്തതിലും കിടന്നെല്ലാം ഇടപെട്ട് ഞാനില്ലാണ്ട് ഈ ഭൂമി കറങ്ങൂല്ല എന്ന് വാശി പിടിച്ചൊന്നും നടക്കണ്ട. ഞാൻ ഇന്നലെ ചത്തുപോയി എന്ന് കരുതി ജീവിക്കുക. അതെങ്ങനെയാന്നായി? നിങ്ങൾ ഇന്നലെ ചത്തുപോയതാണ്. അപ്പോൾ മകനും മരുമോളും തമ്മിൽ ഗുസ്തി പിടിക്കുന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇന്നലെ ചത്തുപോയതല്ലേ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മരുമോളുണ്ടാക്കിയ കറിക്ക് ഉപ്പ് പോരാ, കറി എടുത്ത് അവിടെ തലക്കൂടി ഒഴിക്കണ്ടേ? അങ്ങനെ ഒഴിക്കാൻ പറ്റുമോ? ഞാൻ ഇന്നലെ ചത്തുപോയതല്ലേ. ആ നയം എടുക്കാൻ പറഞ്ഞു. പോയി ഇവിടെ കുറച്ച് ദിവസമൊക്കെ നിന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം മരുമോളും അമ്മായിയമ്മയും കൂടി വന്നു. ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് കളിയൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ഇവരും ആകെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, അമ്മ നല്ല അമ്മയാണ് ഇപ്പോൾ. മരുമോട് ഞാൻ രഹസ്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മ, എല്ലാ കാര്യവും ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ച് നടത്തുകയാണ്. അമ്മയിൽ നോക്കും, വേണ്ടിടത്ത് ഇടപെട്ടൊന്നു വരും, അത് ഞങ്ങൾക്ക് വിരോധമില്ല. മറ്റതമ്മ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമയ്ക്ക് പോകാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇടങ്ങ് വരണ്ടാക്കും. പിള്ളേരെ എവിടെയെങ്കിലും കളിച്ച് സന്തോഷിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല.
കാരണം അമ്മയുടെ ഹസ്ബൻഡ് നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്, അതുകൂടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് വേണം, നമുക്കെന്ത് വേണം, നമ്മളെന്ത് ആഗ്രഹിക്കുന്നു, എന്തായി നമ്മളതിനെ കാണാനും സ്വീകരിക്കാനും തയ്യാറാകുന്നു എന്നുള്ളിടത്ത് പുറത്തല്ല കുറ്റം ഇരിക്കുന്നത്, മറ്റൊരാളിലല്ല തകരാറിരിക്കുന്നത്, നമ്മിലാണ്. ഇതെല്ലാം മനസ്സിലാക്കി പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാസംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ ജീവിതത്തെ ഒന്ന് അറേഞ്ച് ചെയ്യണം. നമ്മുടെ മാറ്റം കണ്ട് വേണം മറ്റുള്ളവരെ ഈ വഴിക്ക് വരാൻ. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പം നിങ്ങളിന്ന് ഓരോ രോഗത്തിൻ്റെയും കണ്ടില്ലേ, അതുപോലെ നിങ്ങൾ പ്രമേഹം ഉണ്ടാക്കുന്ന ഇംഗ്ലീഷ് മരുന്ന്, അത് പ്രമേഹം മാറ്റി പ്രഷറാക്കണം, ഹൃദ്രോഗമാക്കണം, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ആക്കണം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിരവധി രോഗങ്ങൾ, നിങ്ങളിന്ന് അനുഭവിക്കുന്ന 90% രോഗങ്ങളും ഏതോ കാലത്ത് നിങ്ങൾ തിന്ന പാരാസിറ്റമോളിൻ്റെയും ബ്രൂഫൻ്റെയും കൊളസ്ട്രോൾ മരുന്നിൻ്റെയും പ്രമേഹ മരുന്നിൻ്റെയും മുഖക്കുരു മരുന്നിൻ്റെയും ഒക്കെ ദോഷഫലങ്ങളാണ്. മുഖക്കുരുവിൻ്റെ മരുന്ന് ആത്മഹത്യ ചെയ്യിപ്പിക്കുമെന്നാണ് കണ്ടത്. അതുകൊണ്ട് ഈ മരുന്നിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർ വീഴാനിട കൊടുക്കരുത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. 10 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് മാറിപ്പോണ കാര്യത്തിനാണ് ആളുകൾ മുഴുവനും ഇടിച്ചു കുത്തി ആശുപത്രിയിൽ പോയി ഹെൽത്ത് ഇൻഷുറൻസ്. എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ആശുപത്രിയിലൊക്കെ ഫ്രീ ആണ്, പോയി അങ്ങോട്ട് കിടന്ന് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ഒരുത്തം വന്നു, സാറിന് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഞാൻ ഉണ്ട്. എത്രയിൻ്റെയാണ് സാറേ? എത്രയിൻ്റെ അല്ല, എനിക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എൻ്റെ പ്രകൃതി ജീവനമാണ്, 46 കൊല്ലമായി ഞാൻ രോഗങ്ങളില്ലാണ്ട് ജീവിക്കുകയാണ്. അല്ല സാറിന് എന്തെങ്കിലും രോഗം വന്നു, ഇപ്പോൾ സാറിനൊരു ആക്സിഡൻറ്റ് വന്നു എന്ന് കരുതട്ടെ, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ അതിൻ്റെ കാശ് ചിലവ് മുഴുവൻ ആശുപത്രിക്കാർ ഇൻഷുറൻസ് കമ്പനിക്കാർ വഹിച്ചോളും. എടോ, നിങ്ങളുടെ ഹെൽത്ത് പോളിസി എടുത്തിട്ട് ഞാൻ ഹെൽത്തി ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വല്ല മെച്ചം ഉണ്ടാകുമോ? നിങ്ങളെ ഹെൽത്ത് പോളിസി ഞാൻ എടുത്തു, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, ഇൻഷുറൻസിന് കിട്ടിയ പോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഞാൻ ഇരുന്നു, വല്ല മെച്ചം ഉണ്ടാകുമോ? അല്ല സാറേ, ആശുപത്രി കിടക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണോ ഡിസീസ് ഇൻഷുറൻസ് ആണോ? ഹെൽത്ത് ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതുപോലെ തന്നെ LIC-കാരൻ വന്നു, ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. ഞാൻ ചോദിച്ചടോ, ഞാനിത് ചെയ്തിട്ട് രോഗമില്ലാണ്ട് ആരോഗ്യത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ, ദീർഘകാലം ജീവിച്ചാൽ വല്ല പ്രത്യേക മെച്ചവും തരുമോ? അല്ല സാറേ, സാറ് അടച്ച തുകയൊക്കെ തിരിച്ചു തരും, എന്തോ കുറച്ച് പലിശ തുകയും തിരിച്ചു തരും. എടോ, അല്ലാണ്ട് ഈ ഇൻഷുറൻസിൻ്റെ മെച്ചം എന്തുണ്ട്? അത് സാറിപ്പോൾ ചത്തുപോയെന്ന് വെക്കുക, സാറിൻ്റെ വീട്ടുകാർക്ക് ഞങ്ങൾ ഈ കാശ് കൊടുക്കുന്നു സാറേ. അത് കൊള്ളാം, ഞാൻ ചത്തുപോയി കഴിഞ്ഞിട്ട്. അപ്പോൾ ഡെത്ത് ഇൻഷുറൻസ് ആണല്ലേ. അപ്പോൾ ഇവരുടെ ഈ കബളിപ്പിക്കലിൽ നമ്മൾ വീഴേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഈ വായിലുള്ളിലൂടെ ശരീരത്തിന് തകരാറുണ്ടാക്കുന്ന ഒരു സാധനവും കടക്കാതെ നോക്കുന്നതാണ് ഇൻഷുറൻസ്. ഒരു തരി പഞ്ചസാര ഉള്ളിൽ പോയാൽ അതിന് ദഹിക്കാനുള്ള കാൽഷ്യം എല്ലിൽ നിന്നും പല്ലിൽ നിന്നും തലച്ചോറിൽ നിന്ന് വരെ വലിച്ചെടുക്കും. ജയിലിൽ മഹാവിക്രമികളായ തടവുള്ളികളുണ്ടാവും. ജയിലിൽ കയറുമ്പോൾ ഒരു നടയടിയുണ്ട്, അത് പോലീസ് വാർഡന്മാർ കൊടുക്കും. പിന്നെ അഡ്മിഷൻ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന തടവുകാരെല്ലാം വന്നവനെ നന്നായിട്ട് പൂശും, അവർക്ക് കിട്ടിയതെല്ലാം ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇതിലൊന്നും ഒതുങ്ങാത്ത ഗജപോക്രികളുണ്ടാവും. അവരെ എന്താ ചെയ്യണമെന്നറിയാവോ?
പഞ്ചസാര കലക്കി ലായനിയാക്കി കുടിപ്പിക്കും. ചിലർ 100 ഗ്രാം പഞ്ചസാര തീറ്റിക്കും. പഞ്ചസാര തിന്നാനായിട്ട് ജയിലിൽ പഞ്ചസാരയാണ് തിന്നാൻ കിട്ടുക എന്ന് വെച്ചാൽ നമുക്കും പോകായിരുന്നു എന്ന് തോന്നും ചില ആളുകൾക്ക്. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച തിന്നു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് പിന്നെ യാതൊരു ശല്യം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മൂലക്ക് അനങ്ങാതെ ഇരുന്നോളും. വലിയ താമസമില്ലാണ്ട് തട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അത്രയ്ക്ക് അപകടകാരിയാണ് പഞ്ചസാര. പഞ്ചസാര കഴിച്ചാൽ തലച്ചോറ് മത്ത് പിടിച്ച പോലെയാകും. ചില കല്യാണ വീട്ടിലൊക്കെ ചെന്ന് നമ്മൾ പായസമൊക്കെ കുടിച്ചു പോകുന്ന ആ ദിവസം പിന്നെ എന്തിനു കൊള്ളാം, എവിടെയെങ്കിലും കിടന്നുറങ്ങാത്തേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചസാര സാധനങ്ങൾ കഴിച്ചാൽ നമ്മൾ ചൈതന്യം നശിഞ്ഞ് ഉന്മേഷം നശിഞ്ഞ് പോകുകയുള്ളൂ. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി സാധനങ്ങളാണ്. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളുടെ എല്ലാം മൊത്തമായ കാരണത്തിൻ്റെ ആദ്യ കാരണം ഇൻഫ്ലമേഷനാണ്. ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ വൈറസൊക്കെയാണെന്ന് അവർ പറയും, അമീബയാണെന്ന് പറയും. നമ്മൾ പറയും അമീബയും ബാക്ടീരിയയും വൈറസും ഒക്കെ വരാവുന്ന രീതിയിൽ നമ്മുടെ ശരീരം ദുർബലമാക്കിയത് പഞ്ചസാര, മൈദ, വനസ്പതി, വറുത്തുമരിച്ച സാധനങ്ങൾ, ഇംഗ്ലീഷ് മരുന്നുകൾ എല്ലാം കൂടിയിട്ടാണ്. കുറച്ചും കൂടെ താഴെയുള്ള കാരണമാണ് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടെ താഴെയുള്ള കാരണം പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായി, ആളുകൾ ഇതൊക്കെ കഴിക്കാതിരുന്നാൽ ആളുകൾ രോഗിയാവില്ല. അതുകൊണ്ട് ആശുപത്രിക്കാർ പറയും രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയയാണ്, വൈറസാണ്. ആ സാഹചര്യം ഉണ്ടാക്കുന്നത് തെറ്റായ ഭക്ഷണപാനീയങ്ങളാണ്, ജീവിത രീതികളാണ്, മര്യാദക്ക് ഉറങ്ങാത്തതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് തന്നെ മാറ്റം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളതാണ്. ഡോക്ടർക്ക് അവിടെ ഒരു റോളും ഇല്ല. അത് പറയാതെ ബാക്ടീരിയയും കൊതുകുമൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്കതിലൊന്നും ചെയ്യാനില്ല, ഡോക്ടർക്കാണുള്ളത്. ഇതാണ് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.